പിണറായി സർക്കാരിനെ കുലുക്കിയ ഇ കേസുകൾ. കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ചയിലാക്കിയ വിഷയങ്ങളിലൊന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണങ്ങൾ. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ് എന്നിവയാണ് പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയത്. 2020 ജൂലൈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആരംഭിച്ച കേരളത്തിൽ നടുക്കിയ ഒരു സ്വർണ്ണ കേസ് പുറത്തു വരുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ മറവിൽ ഏകദേശം 30 കിലോ സ്വർണം കടത്താൻ ശ്രമിച്ചതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. പിന്നാലെ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച കേസായി ഇത് മാറി. ഈ കേസിൽ പ്രധാന പ്രതികളായി ഉയർന്നു വന്നത് സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ തുടങ്ങിയവരായിരുന്നു. സ്വപ്ന സുരേഷ് മുൻപ് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ചില പേരുകൾ ഉയർന്നു വന്നതും വിവാദം വൻതോതിൽ വളർത്തി. അന്വേഷണത്തിലായി എത്തിയത് ഇ മാത്രമല്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികളും രംഗത്തിറങ്ങി. എന്നാൽ സാമ്പത്തിക ഇടപാടുകളും മണി ലോണ്ടറിംഗ് ആരോപണങ്ങളും അന്വേഷിച്ചത് ഇ ആയതിനാൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് ഇ ആയിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു വിവാദമായ ലൈഫ് മിഷൻ കേസ് പുറത്തു വരുന്നത്. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ടിൽ ക്രമക്കേട്, കമ്മീഷൻ ഇടപാടുകളും നടന്നുവെന്നായിരുന്നു ആരോപണം. ഈ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലെ ചിലരുടെ പേരുകൾ ഉയർന്നതോടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതു സർക്കാരിന്റെയും എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ പ്രതിപക്ഷം ഇത് സർക്കാരിന്റെ വിശ്വസ്തതയെ ബാധിച്ച സംഭവങ്ങളാണെന്ന് ആരോപിച്ചു. ഇഡിയുടെ ചോദ്യം ചെയ്യലുകളും റെയ്ഡുകളും അറസ്റ്റുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. നിയമസഭയിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ദിവസങ്ങളോളം ഇതായിരുന്നു പ്രധാന വിഷയം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. ഈ കേസുകൾ ഇപ്പോഴും വിവിധ കോടതികളിലും അന്വേഷണ ഘട്ടങ്ങളിലുമായി തുടരുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ വഴിത്തിരിവായി മാറി. പിണറായി സർക്കാരിനെ കുലുക്കിയ ഇ കേസുകൾ ഇന്നും ആളുകൾ ഓർക്കുന്ന സംഭവങ്ങളായി മാറുകയാണ്.